മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നത് 53 മലയാളികൾ. ഹെൽപ്പ് ഡെസ്കുകളിൽ ലഭിച്ച 17 ഫോൺ കോളുകളിൽ നിന്നാണ് 53 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. യാത്ര ചെയ്യാനും ആശയവിനിമയം നടത്താനും കഴിയാത്ത സാഹചര്യമാണ് ഇവരുള്ള മേഖലയിലുള്ളത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചു. 53 പേരെയാണ് ഞങ്ങളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിനുശേഷം കോൾസ് വന്നിട്ടില്ല. മലയാളികളാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാളികൾ 53 എണ്ണത്തിൽ വരുന്നത് അഡൽട്സ് ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സുരക്ഷിതരാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്. അവർക്ക് വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് നിലവിൽ നമുക്കൊരു ഡയറക്റ്റ് കോൺടാക്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല. പിന്നെ അതുപോലെ ഈ 17 കോളുകൾക്കപ്പുറം വേറെ കോൾസ് ഒന്നും വരാത്തതുകൊണ്ട് ഇത് തന്നെ ഒരു നമ്പർ ആയിരിക്കും എന്നാണ് നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത്. ഒരു കൂടുതൽ നമ്പറിലേക്ക് പോകില്ല നമ്മൾ വിചാരിക്കുന്നു. കാര്യം നേരിട്ട് നമുക്ക് നോർക്ക റൂട്ട്സിന് ഗ്രൗണ്ടിലേക്ക് എത്താനുള്ളൊരു ഇതില്ല. എംബസി മുഖേനയായിരിക്കും എപ്പോഴും നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും നമ്മളുടെ റെസിഡൻറ്റ് കമ്മീഷണറുടെ ഓഫീസും എല്ലാം പൂർണ്ണമായിട്ട് അതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നോർക്ക ഡൽഹി ഓഫീസും. റഹീസ് റഷീദ് നൽകും വിവരങ്ങൾ. റഹീസ്, അവർ ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അവരെ അതിവേഗം തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണല്ലോ അല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, അങ്ങനെയാണ്. നോർക്ക റൂട്ട്സ് വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം സമ്പർക്കത്തിലാണുള്ളത്. ഇതിനകത്ത് വിവിധ കോളുകൾ നോർക്ക റൂട്ട്സിൽ കോൾ വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഹെൽപ്പ് ലൈനിലേക്ക് കോൾ വന്നിട്ടുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് കോൾ വന്നിട്ടുണ്ട്, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് കോൾ വന്നിട്ടുണ്ട്. ഈ 4 സർക്കാർ സംവിധാനങ്ങളിലും വന്ന കോളുകൾ 17 എണ്ണമാണ്. അതനുസരിച്ചാണ് 53 മലയാളികളെയാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ആ കോളിന് ശേഷം അവരുടെ ഒരു ആക്ച്വൽ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നോർക്ക റൂട്ട്സിനോ സർക്കാരിനോ കഴിയുന്നില്ല. അവിടുത്തെ നെറ്റ്വർക്ക് സംവിധാനം മുഴുവൻ താറുമാറായി കിടക്കുന്നതിനാൽ അവരെ ആ വിളിച്ച നമ്പറിൽ തിരിച്ചു വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അവരാണെങ്കിൽ പിന്നീട് ഇവരെ ബന്ധപ്പെട്ടിട്ടുമില്ല. പക്ഷെ അവരൊക്കെ സേഫ് ആയിരിക്കും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത്. ഇതിന് പുറമെ ഈ പോയ ആളുകൾ തീർത്ഥാടക യാത്രയ്ക്ക് പോയവരുണ്ട്, ട്രക്കിങ്ങിന് പോയവരുണ്ട്, അല്ലാതെ ട്രിപ്പായിട്ട് പോയ ആളുകളുമുണ്ട്. ഇവർക്ക് പുറമെ ബൾക്കായിട്ട് പോയത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നൊരു 36 പേരുടെ ഒരു ടീം പോയിട്ടുണ്ടായിരുന്നു. അവരെ നോർക്ക റൂട്ട്സ് അധികൃതർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവർ സേഫാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് 16 പേരുടെ മറ്റൊരു ടീമും പോയിട്ടുണ്ട്. അവരുമായും നോർക്ക റൂട്ട്സിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ 36ഉം 16ഉം കൂട്ടാതെ ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു കോൾ മാത്രം വന്ന ആളുകളുടെ കണക്കാണ് 53. അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നോർക്ക റൂട്ട്സ്.